ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സൺഡേ വ്ളോഗാണ്. അപ്പോൾ സൺഡേ വ്ളോഗിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നമ്മുടെ ക്ലീനിങ്ങും മുറ്റത്തെ ക്ലീനിങ്ങും ടാഗത്തെ ക്ലീനിങ് ഞാൻ സാധാരണ സൺഡേ വ്ളോഗിൽ ഇടാറില്ല. മിക്കവാറും ശനിയാഴ്ച കഴിക്കാറാണ് പതിവ്. ഈ പ്രാവശ്യം ബാത്റൂം കഴുകലൊക്കെ കഴിച്ചു, അടുക്കള ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഒന്ന് അടിച്ചു വരെ ഇട്ടിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ക്ലീനിങ് അലക്കിയിട്ടില്ല കേട്ടോ. അപ്പം രാവിലെ തന്നെ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ കൈപ്പത്തിരി വേണോ ഇലയിൽ അങ്ങനെ കൈപ്പത്തിരി പരത്തിയിട്ട് ചുടണമെന്ന് ആലോചിക്കുന്നത്. പിന്നെ സാധാ ചിക്കൻ കറിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സൈഡിനിപ്പോൾ ലുലുമാളിലൊക്കെ പോയി നിന്നില്ലേ, അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഇത്തിരി മുസ്ലിം ടച്ചുള്ളൊരു കറികളുണ്ടല്ലോ, നാളികേര അരച്ച് ആശാളിക്ക് ചേർത്ത് അങ്ങനെ ഒരു പ്രത്യേകത, ചെറിയൊരു പ്രത്യേകതയുണ്ട് പത്തിരി കറികൾക്ക്. ആ രീതിയിലുള്ള കറികൾ കഴിച്ചിട്ട് ഇപ്പോൾ അവനത് ഇഷ്ടമില്ലാണ്ടായി. അല്ലെങ്കിൽ അതായിരുന്നു ഇഷ്ടം, നാടൻ ചിക്കൻ കറി ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പറയണ അമ്മാമ്മ വയ്ക്കണ പോലത്തെ ചിക്കൻ കറി വെച്ചാൽ മതി. ചിക്കൻ കറി സാധാരണ ബ്രേക്ക്ഫാസ്റ്റാണ്, സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റും സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് അടിക്കണം, കമൻറ്റ് എഴുതാൻ മറന്നു പോരുത്. പല കമൻറ്റിനും ഉള്ള മറുപടി എനിക്ക് അങ്ങോട്ട് തരാൻ പറ്റണില്ല. അപ്പോൾ അതൊരു വീഡിയോയിൽ ചെയ്യാം. ഞാൻ തിങ്കളാഴ്ചയാണോ ഈ വീഡിയോ ഇടുക, ബുധനാഴ്ച ഈ വീഡിയോ ഇടുക എനിക്ക് ഉറപ്പ് പറയാത്ത കാരണം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ കമൻറ്റുകളും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഞാൻ എടുക്കേണ്ടി ചോദിക്കുന്നുണ്ട്. എനിക്ക് പലപ്പോഴും വിഷമമാണ് കേട്ടോ. എന്താ വെച്ചാൽ കൂട്ടുകാർ നല്ല ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ഇട്ടിട്ട് എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് മറുപടി തരാൻ പറ്റാണ്ടാകുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ കൂട്ടുകാർ അത് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ ബസ്സിലൊക്കെ വെച്ചിട്ടാവും, അപ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ വോയിസ് പറഞ്ഞാലും മതി, പക്ഷെ വോയിസും ബസ്സിൽ വെച്ച് പറ്റില്ല. കൂടുതൽ അങ്ങനെ ആയിരിക്കും ഞാൻ ആ വീഡിയോ ഇറങ്ങണേക്ക് മുന്നേ പറയാറ്. അപ്പം ഞാൻ അതൊരു വീഡിയോയിൽ 2 കുട്ടികൾക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടികളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ 5 വീഡിയോയിൽ ആ ഹായും പറയാം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ അലക്കാനിട്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം തന്നെ കഴുകിയിടുക, അല്ലെങ്കിൽ ഡെയിലി കഴുകുക. ഞാൻ ആഴ്ചയിൽ 2 ദിവസമൊക്കെ കേട്ടോ കൂടുതലും തുണികൾ കഴുകാറുള്ള. 2-3 ദിവസമാണ് ആഴ്ചയിൽ തുണികൾ കഴുകാറുള്ള. ഡെയിലി കഴുകാറില്ല, നമുക്ക് വാഷിംഗ് മെഷീനിൽ ഫുള്ള് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതാവുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. പിന്നെ എഡിറ്റിംഗ് ഉള്ള ദിവസമൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും. പിന്നെ സൺഡേ എന്ന് പറയുന്നത് എനിക്ക് ഇത്തിരി നേരമൊക്കെ വെറുതെ ഇരിക്കുന്നത് ഇപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം പറ്റണ പോലെ ഞാൻ ജോലികൾ ചെയ്ത് കഴിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ബാത്റൂം കഴുകലും ക്ലീനിങ്ങും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തുണികൾ കഴുകാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം രാവിലെ എഴുന്നേറ്റ വഴി അത് ചെയ്തു. വാഷിംഗ് മെഷീനിൽ തുണി ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ അലക്കാനുണ്ടെങ്കിൽ അപ്പം തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ പാടെ അത് കഴുകിയിടാറുണ്ട്. അപ്പം ഞാൻ അതാ കൈപ്പത്തിരി നല്ല ഓട്ടട എന്നാണ് ഇതിന് ശരിക്കും പറയുക. അപ്പോൾ അതാ ഞാൻ അതിന് വേണ്ടി ഉള്ളിയും വെളുത്തുള്ളി ശരിക്കും ഓട്ടടയിൽ ഉപയോഗിക്കില്ല ഞാൻ, പക്ഷെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഉപയോഗിച്ചു കേട്ടോ. പിന്നെ അതാ ചേട്ടൻ നാളികേരം വെട്ടാണ്. അപ്പോൾ നാളികേരം വെള്ളം എനിക്ക് തന്നു, പക്ഷേ പകുതി താഴെ പോയി. എന്നാലും കുറച്ച് കുടിച്ചു, പക്ഷേ അടിപൊളിയായിരുന്നു. കുറച്ച് കിട്ടുമ്പോൾ അതിന് അതിമധുരം എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ അത് കുടിച്ചു. ശബ്ദം കുറച്ച് മാറിയിട്ടുണ്ട് അല്ലേ, കുറച്ച് നേരമായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് മിണ്ടാണ്ട് കിടക്കുന്ന കാരനാണ്. അപ്പോൾ നമ്മുടെ ഗോതമ്പിനെ അരിച്ചെടുത്തിട്ടുണ്ട്. അരിപ്പൊടിയിലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ചുമന്നുള്ളി ചതച്ച് ചേർക്കുക, ജീരകം, ഉപ്പ്, പിന്നെ ഞാൻ ഇത്തിരി വെളുത്തുള്ളിയും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്ത് വേണമെങ്കിൽ പെരിഞ്ചീരകമൊക്കെ ഇടണമെങ്കിൽ ഇടാം, പക്ഷേ അപ്പോൾ അതിനെ നമ്മൾ കൈപ്പത്തിരി എന്ന് വിളിക്കും. ഇത് ഓട്ടടയല്ല കൈപ്പത്തിരി അല്ലാത്ത ഒരവസ്ഥയായി. ഇപ്പോൾ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യണമെന്ന് മാത്രം കേട്ടോ. നിറയെ നാളികേരം ഇടുക അങ്ങോട്ട്. ഇപ്പം നാളികേരത്തിന് തീ പിടിച്ച വിലയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ച് ചെറു ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഞാൻ കുഴച്ചത്. അരിപ്പൊടിയാണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടുവെള്ളത്തിൽ കുഴക്കണം. ഗോതമ്പ് ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചത്. തലേദിവസം തന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചെടുത്ത് തലേദിവസം ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കി ഞാൻ ഉപ്പുമുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ കറി, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നത്. അപ്പോൾ എന്താ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ചതച്ചിട്ടാൽ മതി കേട്ടോ. ഞാൻ ചേട്ടനോടൊന്ന് ക്രഷ് ചെയ്യാൻ ഇത് തരാൻ പറഞ്ഞപ്പോൾ അതെനിക്ക് അരച്ച് തന്നു. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെയായത്. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടും നന്നായിട്ട് മൂപ്പിച്ചു. പിന്നെ ഞാൻ സവോളയും പച്ചമുളകും തക്കാളിക്ക് ഒരുമിച്ചാണ് ഇടുന്നത്. കുക്കറിൽ വെക്കണോണ്ടാണ് അങ്ങനെ ചെയ്യണത്. നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ അതാ ഒരാളവിടെ പപ്പായ പൊട്ടിക്കണമെന്ന് ചോദിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ പപ്പായ ഒരുവിധം പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പക്ഷെ നന്നായിട്ട് പഴുത്താണ് കേട്ടോ ഇഷ്ടം. ചോപ്പല്ലായിട്ടുള്ളോ നടുപഴുത്താ
അത് കാരണം ഞാൻ കഴിച്ചില്ല, ചേട്ടൻ കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും നല്ലോണം പഴുത്ത ഇഷ്ടം, ചേട്ടന് മാത്രം ഇങ്ങനെ കറുമുറയൊക്കെ അടിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അതൊക്കെ മൂപ്പിച്ച് ഞാൻ ദാ ഇതിട്ട് കൊടുത്തു. പിന്നെ മസാലപ്പൊടി ഇടാൻ മറക്കണ്ട, കുരുമുളക് പൊടി ഇടാൻ മറക്കണ്ട കേട്ടോ. ഇവിടെ അടിച്ച് അപ്പം തന്നെ തുറന്നു. എന്തേ മീൻ ഇന്നലെ ഉണ്ടായിരുന്നേ, ഇന്നൊന്നും ഇല്ല ഇവിടെ. ഓ ഓ ഞാൻ ഇല എടുക്കാൻ പോയത് ആ പൂച്ചയ്ക്ക് വിശന്നിട്ടാന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും കാണാറില്ല പൂച്ചേനെ. ഇനിയിപ്പോൾ ഡെയിലി ഇവിടെ വന്ന് വേസ്റ്റൊക്കെ കഴിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനെപ്പോഴും വേസ്റ്റിനെ അവിടെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ ഒക്കെ വയ്ക്കും കേട്ടോ. എന്താ വെച്ചാൽ പൂച്ചകളോ പട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് വിശക്കണ്ടെങ്കിൽ കഴിച്ചോട്ടെ. നമ്മളത് ആ പറമ്പിലേക്ക് എറിഞ്ഞാൽ അത് അവിടെ നിന്ന് ചീഞ്ഞ് നാറ്റടിക്കുന്നതായിട്ട് നല്ലത് അവർക്ക് കഴിക്കാൻ കിട്ടുന്നതല്ലേ. അപ്പം അങ്ങനെ പട്ടിണി എടുക്കുന്ന മൃഗങ്ങളുണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വെച്ച് ഞാൻ അങ്ങനെ വയ്ക്കാറാണ് പതിവ്. അപ്പം ഞാൻ ഈ പൂച്ചേനെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് അവൻ വയറ് നിറച്ചിട്ടേ പോയുള്ളൂ കേട്ടോ. അത്ര വിശന്നിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടേ പോയുള്ളൂ. അങ്ങനെ ഞാൻ എന്താ ഇലയൊക്കെ കീറി നമ്മുടെ പത്തി ചിക്കൻ അടുപ്പത്തേക്ക് വെച്ചില്ല. അത് വിസിലടിക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു ഇല എടുത്തിട്ട് നേരിട്ട് നമുക്ക് ദോശ തട്ടിലേക്ക് പരത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. അതും ടേസ്റ്റ് തന്നെയാണ്, ഇലയിലും ടേസ്റ്റ് തന്നെയാണ്. അരിപ്പൊടിയിലാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഞാൻ ഇതാ ഇത്തിരി പച്ചവെള്ളത്തിലൊന്ന് കൈമുക്കി വേഗം നല്ല കനം കുറച്ചിട്ട് നൈസായിട്ടാണ് ഉണ്ടാക്കിയത്. അത്ര നൈസാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പിള്ളേർ പറഞ്ഞു അമ്മ നന്നായിട്ട് നൈസാക്കിയിട്ട് ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അവർ ഈ ചപ്പാത്തിയും പൂരിയും അതുപോലെ തന്നെ ഈ പത്തിരിയൊക്കെ കഴിച്ച് ശീലിച്ചിട്ട് ഇത് അടയൊന്നും അവർക്ക് വല്ലാണ്ട് ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാനൊരു പത്തിരിയുടെ രീതിയിൽ തന്നെ നന്നായിട്ട് കനം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതിനിടയ്ക്ക് കായം ഞാൻ അടറിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയിൽ. അപ്പോൾ അതിൻ്റെ തോല് ചേട്ടനെ കൊണ്ടൊന്ന് അരിപ്പിച്ച് വെച്ചു കേട്ടോ. പിറ്റേ ദിവസം പയറിട്ടിട്ട് നമുക്ക് ഉപ്പേരി വയ്ക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നാൽ അങ്ങനെ പോകും. അന്ന് തന്നെ വെക്കാന്ന് വെച്ചാൽ അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ പിന്നെ അത് കേടായി പോകും കേട്ടോ. അതങ്ങനെ മറിച്ചിട്ട് അതിലേറെ സ്മെല്ലും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്തു കേട്ടോ. ഡെയിലി വരണം കേട്ടോ, നല്ല കാര്യമുള്ളോ. കഴിഞ്ഞടാ. ഒയ്യോ ഇന്നലെ വൈകുന്നേരം വരാഞ്ഞില്ലേ. അപ്പോൾ ചിക്കൻ കറി ചോറിനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചുള്ളത് കാരണം കൊണ്ട് രണ്ടാമതൊരു ചിക്കൻ കറിയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ 3-4 പീസ് എടുത്തിട്ട് വേറെ കറി അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരി ഇടയ്ക്ക് ചുടുന്നുണ്ട്. പത്തിരി ഓട്ടടന് നടുക്ക് നിൽക്കുന്ന സംഭവം ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകാരുടെ അടുത്ത്. അങ്ങനെ അതും ചുടുന്നുണ്ട്, ചിക്കൻ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം വിശന്നിട്ട് നിൽക്കാൻ പറ്റാണ്ട് അതിനിടയ്ക്ക് ദോശ മാവ് 2-3 എണ്ണത്തിനുണ്ടായിരുന്നു, അത് കഴിച്ചു. 9 മണി 9:30 ആയിട്ടാണ്. ഞാൻ ഇത്തിരി വൈകിട്ടാണ് എഴുന്നേറ്റത്, സൺഡേ അല്ലേ. പിന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ സമാധാനമാണ്. ചിക്കൻ വിസിലടിച്ചു. അപ്പോൾ എനിക്ക് വെന്തിട്ടുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ചേട്ടനോട് അത് കഴിച്ച് നോക്കിയിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞാട്ടാ. ഇവിടുത്തെ എൻ്റെ ടെസ്റ്ററാണ് ചേട്ടൻ. ടേസ്റ്റ് ഉണ്ടോയെന്നും അത് ഉപ്പും മുളകും പോരായി ഉണ്ടെന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ അതാ ഇതേ പരുവത്തിലായി. നല്ല ചുവപ്പ് കളറായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഉണ്ടായിരുന്നത്. മറ്റേ മുളക് പൊടി ഒരിത്തിരി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിലേക്ക് മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു. പിന്നെ ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ എന്താ പറയുക നാളികേരം, ചെറിയുള്ളി, ഇത്തിരി വെളുത്തുള്ളിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ചേർത്തു. പിന്നെ മല്ലിയിലയും കൂടി ഇട്ടു കേട്ടോ. അടിപൊളിയായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ടേസ്റ്റി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സൂപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ അവർ കഴിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഞാനും അവരുടെ കൂടെ പോയിരുന്ന് കഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ചോറ് വയ്ക്കേണ്ടതല്ലേ ഉള്ളൂ. അതിപ്പോൾ വലിയൊരു പണിയെന്ന് പറയാനില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കിന്ന് കുറച്ച് നേരത്തേക്ക് ഫ്രീ ആണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇന്ന് ഫുഡ് കഴിച്ച് കുറേ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെയാണ് ഇനി അടുത്ത പണിയിലേക്ക് പോവുള്ളൂ. അടുത്ത പണി എടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്ക് സൺഡേ അല്ലേ എനിക്ക് ആകെ ഒരു ഒഴിവുള്ളൂ. അപ്പം ഞാൻ അടുത്ത പരിപാടിയിലേക്ക് തുണികൾ ഇന്ന് അത്യാവശ്യം വെയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരീച്ച നനവൊക്കെ ഉണ്ടാവില്ല. എത്ര നമ്മൾ ഫാനിട്ട് ഉണക്കിയാലും ചെറിയൊരു തണുപ്പുണ്ടാവും തുണിക്ക്. അപ്പോൾ അതൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരേ 3 റൗണ്ട് മിഷീനിലിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സയ്യൂട്ടനെയും ചേട്ടനെയും ആയത്തിനെയും അങ്ങനെ മാറി മാറി 3 ആൾക്കും ഓരോ ട്രിപ്പ് വിരിച്ചിടാനുള്ള പണി കൊടുത്തു കേട്ടോ. മക്കളെ കൊണ്ടൊക്കെ കുറേശ്ശെ പണിയെടുപ്പിക്കുന്നതിൻ്റെ ഒരു തെറ്റുമില്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞ് തുണികൾ മടക്കാനായിട്ട് വന്ന് അലമാരി അത്യാവശ്യം നോക്കി വെച്ചു. അലമാരിയിൽ ഉള്ളിൽ കളർ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10-23 വർഷം പഴക്കമുള്ള നമ്മുടെ അലമാരിയല്ലേ. ഒന്ന് സ്പ്രേ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാറായിട്ടുണ്ട്. പുതിയ വീട് വെച്ച് താമസം മാറുമ്പോൾ ചെയ്യണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരിദാർ തയ്ക്കാനുള്ള സാരികളെടുത്ത് മാറ്റി വെച്ചതാണ്. വലിയ കാര്യത്തിൽ കോണീരടിയിൽ ആകെ വൃത്തിയായിട്ടാണ് ചേട്ടൻ എല്ലാതും കൊണ്ടുവയ്ക്കുന്ന സ്ഥലമായി മാറിയത്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് അത് വൃത്തിയാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒതുക്കി വെച്ചാൽ ശരിയാവില്ല, ചേട്ടൻ തന്നെ കൊണ്ടുവരുന്ന സാധനങ്ങളല്ലേ.
പിന്നെ എനിക്ക് ഇത്തിരി ക്ഷീണം തോന്നി കേട്ടോ അലമാരി കൊതുക്കൽ കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ ഇത്തിരി കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുകയാണ്, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കേട്ടോ. എനിക്ക് പ്രഷർ കുറയണ ഒരു പരിപാടി ഉണ്ടെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഇത്തിരി കഞ്ഞിവെള്ളം കുടിച്ച് ഇത്തിരി നേരം ഒന്ന് ഇരുന്ന് ഫാനിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ ഒന്ന് സമാധാനമായി. പിന്നെ ആദിത്യൻ മുകളിലത്തെ റൂം ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കതാ അതിനിടയ്ക്ക് കുറേ നേരമൊക്കെ ഞാൻ ഫോൺ നോക്കിയൊക്കെ ഇരുന്നു കേട്ടോ. അതൊക്കെ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ശ്രീയുടെ ഐസ്ക്രീം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ പിന്നെ ചേട്ടൻ പുറത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഐസ്ക്രീം എന്നാൽ വാങ്ങിച്ചോ. അവനങ്ങനെ തണുത്തത് പറയാറില്ല, തണുത്തത് അവനെപ്പോഴും ചുമ വരും, അത് കാരണം തണുത്തത് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇന്ന് 2-3 പ്രാവശ്യം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ പിന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞാൽ പിന്നെ ഒരു 1/2 കിലോ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് ടൗണിലൊക്കെ പോയാൽ നല്ല റേറ്റ് കുറവിന് കിട്ടും, പക്ഷേ സൺഡേയിൽ ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഇതാ മുകളിലത്തെ കോണി കയറി ചെല്ലുന്ന റൂമൊന്ന് നന്നായിട്ട് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അവിടെ നമ്മളന്ന് പെയിൻ്റ് അടിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇന്ന് പെയിൻ്റ് അടിക്കാമെന്ന് പറഞ്ഞു ഞാൻ ചേട്ടനോട്, പക്ഷേ ചേട്ടൻ ആ വണ്ടിയിൽ നിന്ന് വീണിട്ട് കൈയിൻ്റെ വേദന കുറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ വേദന കൂടണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എന്താ മിഷ്യനും ഇതും ഈ അരുത്തിക്ക് ഒഴിച്ചു. ആദ്യത്തിൽ ഈ റൂമിലേക്ക് താമസം മാറാറായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ ഭാഗമൊക്കെ ഒഴിച്ചിട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക 2 മണിക്കായിട്ടാണ് കഴിച്ചത്. രാവിലെ നേരം പോയിട്ടല്ലേ കഴിച്ചത്. അപ്പോൾ എനിക്ക് ചിക്കൻ കറി വേണ്ടാന്നൊരു തോന്നൽ. അപ്പം ഞാൻ വേഗം പോയി ഒരു അച്ചാറിട്ടു. ശ്രീകുട്ട് അവിടെ മോര് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു. പിന്നെ എന്താ പറയുക, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ചേർത്താലും കുഴപ്പമില്ല, പക്ഷെ ചെറുതായിട്ട് അരിഞ്ഞാലും ഞാൻ പെട്ടെന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്തത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ക്രഷ് ചെയ്യുന്നതാണല്ലോ എളുപ്പം. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുക, പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ മൂത്തതിന് ശേഷം ഇരുമ്പും പുളി ഒന്ന് ഉണക്കി വെച്ചതാണ്, നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല എന്നാലും അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ബോക്സിൽ കാണിച്ചത് കടുകും ഉലുവയും വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് വറുത്ത് പൊടിച്ചതാണ്. കടുകിൻ്റെ പകുതി മാത്രം ഉലുവ എടുക്കുക കേട്ടോ. പിന്നെ കായത്തിൻ്റെ പൗഡറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇത്രയേ ഉള്ളൂ അച്ചാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത്രയും പണി ചെയ്താൽ മതി. ഞാൻ എണ്ണയിൽ തന്നെയാണ് അച്ചാർ ഇടാറുള്ളൂ. ഞാൻ മോരും ഈ ഒരു അച്ചാറും കൂട്ടിയിട്ടാണ് ഉച്ചയ്ക്ക് ചോറുണ്ടത്. പിന്നെ വലിയ കാര്യത്തിൽ തയ്ക്കാനൊക്കെ പോയിരുന്നു. ചുരിദാർ ഒരുവിധമൊക്കെ തയ്ച്ച് കഴിഞ്ഞു. പക്ഷേ സൂചി ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. 2ാമത് സൂചി മാറ്റിയോടുകൂടി പിന്നെ നൂലങ്ങോട്ട് പൊട്ടിയിട്ട് സൂചി എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും ശരിയായില്ല. കുറേ സമയം എൻ്റെ അങ്ങനെ പോയിട്ടാണ്. ഇന്നൊരു വാശിയായിരുന്നു അത് ശരിയാക്കി കഴിക്കണം എന്നാൽ ചുരിദാർ തയ്ച്ച് കഴിക്കണമെന്നും വേറൊരു ചുരിദാർ വെട്ടണം എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ ഈ സൂചി എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ നൂല് കോർക്കുക, എന്താ പറയുക, ഒരടിപ്പ് അങ്ങോട്ട് അടിക്കുമ്പോൾ കുഴപ്പമില്ല, പിന്നെ അത് പൊട്ടുക. ബോബിയിൽ നൂല് കൂടിയിട്ടാണോ സൂചി അഡ്ജസ്റ്റ് ആവാണ്ടാണോ എന്നൊന്നും മനസ്സിലായില്ല. പിന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ അതവിടെ ഇട്ടിട്ട് പോന്നു. പിന്നെ നമ്മുടെ ഈ മണി പ്ലാന്റൊക്കെ ഞാൻ ആ ചെടിച്ചട്ടി വാങ്ങിച്ചിട്ടില്ലേ അതിലൊന്ന് നടാമെന്ന് വെച്ചു. കോണി ഒന്ന് നല്ല ഭംഗിയാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പറ്റില്ല, കുറച്ച് കഴിയണം. അപ്പോഴേക്കും ഞാനിതിൽ ചെടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കാനാണ്. എന്നാൽ ഇപ്പോഴേ വെച്ചാലല്ലേ അതൊന്ന് റെഡി ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മണി പ്ലാന്റുകളൊക്കെ എടുത്ത് ഞാൻ നല്ല ഭംഗിയിൽ ആയിട്ട് വലുതായതൊക്കെ അതിൻ്റെ തലയൊക്കെ മുറിച്ച് എടുത്തു കേട്ടോ. ആ വൈറ്റ് വയ്ക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ വൈറ്റ് ആകെ 3 ചട്ടിയിലേക്ക് ആയിട്ടുള്ളൂ ഇതുവരെയും. ഒരെണ്ണം സൈഡിൻ്റെ മുറിയിൽ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ 2 ചട്ടിയിലുള്ള, എന്നാലും ഞാൻ അതിൽ നിന്ന് ഒരു ഇല മുറിച്ചു കേട്ടോ. ഇതാ റോട്ടിൽ കാണുന്ന ചേമ്പുകളാണ്. ഇങ്ങനെ പല തരത്തിലുള്ളത് കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നിയിട്ട് ഞാൻ ഓരോ ചട്ടിയിൽ, ഇത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാൽ ഇത് നമ്മൾ പക്ഷേ റോഡരിയിൽ നിന്ന് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ല അടിപൊളി. നമ്മൾ മറ്റേത് 50 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കത് വെറുതെ കളഞ്ഞിട്ട് പോരാൻ തോന്നില്ല എനിക്ക്. അങ്ങനെ ഞാനത് ഒരു 3-4 ചട്ടിയിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മുറ്റത്ത് വെച്ചാൽ ചിലപ്പോൾ അതൊന്നും അറിയുവാകെ, അത് കാരണമാണ് ചട്ടിയിൽ വെക്കണത്. പിന്നെ അതാ ഇതിൽ മണി പ്ലാന്റ് വെള്ളം ഒഴിച്ച് വെക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഞാനിത് വേണ്ടാന്ന് വെച്ചു, മണ്ണാക്കി. ഇനി അതിൽ എന്താ പറയുക, ഒരു പേള് ഒക്കെ ഇല്ലേ അതൊക്കെ വാങ്ങിച്ചിടണം. പതുക്കെ ഇതിലിങ്ങനെ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് വെച്ചു. ചിലപ്പം ഞാനിത് വെള്ളമാക്കി മാറ്റും കേട്ടോ. വെള്ളത്തിലാണ് പെട്ടെന്ന് മണി പ്ലാന്റ് നന്നായിട്ട് വളരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മണ്ണിൽ വെക്കണേക്കാളും. അപ്പോൾ മണി പ്ലാന്റ് മുറിക്കുന്ന കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് അറിയാമല്ലോ. നമ്മുടെ ഇലയില തൊട്ട് മുകളിൽ വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഇല അങ്ങനെ തന്നെ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഇലയുടെ അടിയിൽ കുറച്ച് നീളത്തിൽ നിൽക്കും. അപ്പോൾ ആ ഭാഗമാണ് നടേണ്ടത് കേട്ടോ. അങ്ങനെ ഓരോ ഇല വെച്ച് നടാം നമുക്ക്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഞാനൊരു പ്ലേറ്റിൽ വെച്ചു. പിന്നെ അടുത്ത പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല, അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇറയിൽ തന്നെ വെച്ചു, എന്നുവെച്ചാൽ അതിന് ഹോൾ ഇട്ടിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ വെച്ചു. മുറ്റത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയല്ലേ ഇപ്പോൾ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മുറ്റത്ത് വയ്ക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ഇറയത്ത് വയ്ക്കാനൊന്നും വലിയ ഇഷ്ടമില്ല. നമ്മുടെ ഇറയാകെ എന്താ പറയുക അലങ്കോലാണ്. എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല, മഴയല്ലേ. കുറേ മഴക്കോട്ടും ചെരുപ്പ് ഇവിടെ മുറ്റത്ത് ഇട്ടുണ്ടെങ്കിൽ പട്ടി അടിച്ചുകൊണ്ട് പോട്ടാം. അതുകൊണ്ടാണ് അങ്ങനെ കയറ്റിയിടുന്നത്.
അങ്ങനെ ഒരു ചെടിച്ചട്ടിയാണ് ഇനി ബാക്കി ഞാൻ അവിടെ നിന്ന് മുറ്റടിച്ചിട്ടു. പിന്നെ ഇതാ നമ്മുടെ തുണികളൊക്കെ ഒക്കെ ഉണങ്ങി നല്ല സെറ്റായിട്ട് കിട്ടി. ഒക്കെ മടക്കി വെക്കാറായിട്ടാണ്. ഇത് മടക്കി വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, ഇന്ന് തന്നെ മടക്കി വെച്ചു. ഇന്നത്തെ ദിവസത്തെ ജോലി ബാക്കി വരണ്ടല്ലോ. ഇതിനിടയ്ക്ക് റെസ്റ്റ് എടുക്കണ ഭാഗം മാത്രമാണ് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാണ്ടിരുന്നിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ആദിത്യം പറഞ്ഞു ഈ ടെറസ് ഒന്ന് റെഡിയാക്കി കൊടുക്കണമെന്ന്. അപ്പം ഞാൻ ഇതാ പൈപ്പ് എടുത്തുകൊണ്ട് കഴുകണം. അവിടെ നിറയെ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, നമ്മൾ ഹരിതസേനക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴുകിയിട്ടൊക്കെ ആയിരുന്നു. അതും ഉണങ്ങിയെടുത്തിട്ട് ഞാനതൊരു ചാക്കിൽ കെട്ടി വെച്ചു. പിന്നെ ഞാനിവിടെ നിന്ന് അടിച്ച് കാണിച്ചു. ബ്ലീച്ചിങ് പൗഡർ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് നമ്മുടെ ടെറസിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. അത്യാവശ്യം ഒന്ന് കഴുകി, പിന്നെ ഓവർ ഉരച്ച് കഴുകില്ല. എന്താ വെച്ചാൽ ഇനി മഴ തന്നെയാണല്ലോ. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യും കേട്ടോ. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മോള് പറയിക്കാം. ഞാനവിടെ പണിയിലായ കാരണം ചേട്ടൻ എനിക്ക് ചായ വെച്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ചായ നല്ലതാണോ എന്നുള്ള പോസ് പറയലാണ് കേൾക്കണത്. നല്ലതാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, എന്താണാവോന്ന് അറിയില്ല എന്നൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ. എങ്ങനെ ടേസ്റ്റ് ഇത്തിരി കുറഞ്ഞാലും നമുക്ക് ആ നേരത്തെ ചായ വെച്ച് കിട്ടുക എന്നുള്ളതൊരു സന്തോഷം തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇന്നത്തെ ഡേ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനൊന്നും മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോളോ.